സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ RMPയുടെ KS ഹരിഹർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി ചേരുന്നുണ്ട്. ശ്രീ ഹരിഹരൻ, റെജി ലൂക്കോസ് ഈ TPയുടെ കൊലപാതകത്തിനായി ഫണ്ടിംഗ് നടത്തിയത് ഫയാസ് ആണെന്ന KK രമയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇതൊരു നുണക്കഥയാണ്. എന്തുകൊണ്ട് ഇത്രയും കാലം കാത്തു ഇങ്ങനെ വെളിപ്പെടുത്തലിന് എന്നാണ് റെജി ലൂക്കോസിന്റെ ചോദ്യം. അവര് ഏതെങ്കിലും കാര്യത്തിൽ TPയുടെ കൊലപാതകത്തെ അത് വിശേഷം വന്ന കാര്യങ്ങളെ സത്യസന്ധമായി സമീപിച്ചിട്ടുണ്ടോ? റെജി ലൂക്കോസ് മാത്രമല്ല, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും ജനറൽ സെക്രട്ടറിയും പോലും സമീപിച്ചിട്ടില്ല. റെജി ലൂക്കോസ് ഈ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി ചാനലുകൾ വരുന്ന ഒരു ബുദ്ധിജീവിയാണ്. അദ്ദേഹത്തിന് അത് പാർട്ടിയെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. എന്തുകൊണ്ട് ഇപ്പൊ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ക്രിമിനൽ കേസിൽ ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്താനുള്ള ചില ഏതെങ്കിലും സമയത്ത് എങ്ങനെ വെളിപ്പെടുത്തണം എന്നുള്ള മാനുവലൊന്നുമില്ല. ക്രിമിനൽ കേസിലെ കാര്യങ്ങൾ തെളിവുകൾ വരുന്നതിനനുസരിച്ച്, പുതിയ സംഭവവികാസങ്ങൾ വരുന്നതിനനുസരിച്ച് വെളിപ്പെടുകയാണ് ചെയ്യുക. റെജി മനസ്സിലാക്കേണ്ടത്, ഈ വർഗീസിനെ തിരുനെല്ലിയിൽ വെടിവെച്ചു വന്ന കേസിൽ 25 കൊല്ലത്തിന് ശേഷമാണ് പുനരന്വേഷണവും ശിക്ഷയൊക്കെ ഉണ്ടായത്. CBI ആ കേസ് ഏറ്റെടുത്തത്. ഒരു കൊലക്കേസിൽ 25 വർഷത്തിന് ശേഷമാണ് തുമ്പ് വരുന്നത്, പുതിയ കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഇത് 10 വർഷം കാത്തിരുന്നു എന്നുള്ളത് വർഷത്തിന്റെ കാലഗണനയുടെ പ്രശ്നമല്ല. ഇപ്പൊ എന്ന് പറയാനുള്ള കാര്യം വെച്ചാൽ, ഫയാസ് ഉൾപ്പെടെ ഈ മനു തോമസ് വെളിപ്പെടുത്തിയതിനനുസരിച്ച് കുറെ കാര്യങ്ങൾ പുതുതായി വന്നിട്ടുണ്ട്. പുതുതായി വന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മലബാറിലെ, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലെ സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നവരും, നേരത്തെ ജയേന്ദ്രപക്ഷ പറഞ്ഞ പോലെ സ്വർണം പൊട്ടിക്കുന്നവരും ഒക്കെ CPM-മായി ബന്ധമുണ്ട്. അതിന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി നിലവാരത്തിലുള്ള ഒരാളുടെ പിന്തുണയുണ്ട് എന്നാണ് മനു തോമസ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഫയാസിന് ഇതിനകത്തുണ്ടായിരുന്ന റോൾ എന്നാണ്. എന്തുകൊണ്ടാണ് ഫയാസ് മോഹനമാഷെ കാണാൻ വേണ്ടി കോഴിക്കോട് ജയിലിൽ ഒരു അറബിയുടെ വേഷം ധരിച്ചു വന്നത് തുടങ്ങിയ കാര്യങ്ങൾ വീണ്ടും ചർച്ചയാവുന്നത്. അതുമാത്രമല്ല, ഈ ജയിലിൽ കിടക്കുന്ന കൊടിസുനി ഇടപെട്ടിട്ട് പുറത്ത് സ്വർണ്ണ കള്ളക്കടത്തുകാരെ സഹായിച്ചതിന്റെ കേസ്, അതിന്റെ പേരിൽ കൊടിസുനിയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് ഗവൺമെന്റ്. അത് ജയിലിൽ കഴിഞ്ഞുകൊണ്ട് പുറത്ത് നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ ഇടപെട്ടു എന്നുള്ളതാണ് കൊടിസുനിക്കെതിരെ ജയിലിൽ കിടക്കുമ്പോൾ ഉള്ള കേസ്. TK രജീഷ് എന്ന് പറയുന്ന ഒരു പ്രതി, അയാള് കർണാടക പോലീസ് ഇടയ്ക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അയാളുടെ പേരിലുള്ള കുറ്റം, അയാൾ കള്ളത്തോക്കിന്റെ കച്ചവടത്തിൽ ഇടപെട്ടു എന്നാണ്, ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചിട്ട്. ജയിലിൽ കിടക്കുമ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്താൻ കഴിയുക, കള്ളത്തോക്കിന്റെ കച്ചവടത്തിൽ ഇടപെടാൻ പറ്റുക, ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ജയിലാണ് കേരളത്തിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ പോലീസ് സംവിധാനം, ഇവിടുത്തെ ജയിൽ സംവിധാനം ഒക്കെ കൊലയാളികൾക്ക് വേണ്ടി നിൽക്കുകയാണ്. ഗവൺമെന്റ് വളരെ കൃത്യമായി അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോ ഈ പ്രതികൾക്ക് ഇളവ് കൊടുക്കാൻ ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം, ഇവർക്ക് 20 വർഷത്തെ അതുകൊണ്ട് ഈ കാര്യത്തിൽ ചില പുറത്തുനിന്നുള്ള ചില ഏജൻസികൾ, കേരള പോലീസ് അല്ലാത്ത ചില ഏജൻസികളുടെ അന്വേഷണം ആവശ്യമുണ്ട്. അത് CBI പോലുള്ള ഏജൻസികൾ അന്വേഷിക്കണം നിങ്ങൾ ആവശ്യപ്പെട്ടതാണ്. CBI അന്വേഷണം തടസ്സപ്പെട്ടത് ഈ UDF ഗവൺമെന്റ് പോയതിനു ശേഷം, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം വരുത്തിയൊരു മാറ്റം കൊണ്ടാണ്. ഗവൺമെന്റിന്റെ സമ്മതി ഇല്ലാതെ CBI അന്വേഷണം വേണ്ട എന്ന നിലപാടിലേക്ക് പോയതുകൊണ്ടാണ് ആ സംഭവം തടസ്സപ്പെട്ടത്. ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഞങ്ങളുടെ ഹർജി ഹൈക്കോടതി കിടക്കുക. CBI മാത്രമല്ല, ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്ക് തോന്നുന്നത് CBI അല്ല, യഥാർത്ഥത്തിൽ ഈ കേസിലേക്ക് NIA പോലുള്ള ഏജൻസികളാണ് പോകേണ്ടത്. കാരണം സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു വലിയ ക്രിമിനൽ മാഫിയ സംഘം, അവർ തന്നെ പല രീതിയിലുള്ള മയക്കുമരുന്ന് കച്ചവടത്തിന്റെ ഏജന്റുമാരായി മാറുന്നത്, ബോംബ് സ്ഫോടനത്തിനിടയിൽ മരിക്കുന്നവർക്ക് സ്മാരകം ഉണ്ടാക്കല് തുടങ്ങി ഒരുപാട് ക്രിമിനൽ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഇതുവരെ നമ്മൾ കേട്ടുകേൾവി മാത്രമുള്ള പല കാര്യങ്ങൾക്കുള്ള തെളിവ് മനു തോമസ് നൽകിയിട്ടുണ്ട്. അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം കുറെ കൂടി തെളിവുകൾ നൽകും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് CPM എത്തിപ്പെട്ടിട്ടുള്ള ഈ ഗതികേട്, അവരുടെ ക്രിമിനൽ സംഘങ്ങളെ സംരക്ഷിക്കാനുള്ള വ്യഗ്രത, അതൊക്കെ ഒരു പുറത്തുനിന്നുള്ള ഒരു ഏജൻസിയുടെ, NIA പോലുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണത്തിന് വിധേയമാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഫയാസിന്റെ റോളും, ഫയാസിന്റെ മാത്രമല്ല, കോഴിക്കോട്ട് വേറെ ആളുകളുണ്ട്, ഞങ്ങൾ അത് സമയമാകുമ്പോൾ പറയും. കോഴിക്കോട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു ജ്വല്ലറി ഉടമ, അദ്ദേഹത്തിന് CPM-ന്റെ മെമ്പർഷിപ്പ് ഉണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. അയാൾക്ക് ഇതിനകത്ത് വല്ല റോൾ ഉണ്ടോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്ത് ഞങ്ങൾക്ക് പറയേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറയാനുള്ള സമയം എന്നുള്ളത് റെജി ലൂക്കോസ് നിശ്ചയിക്കുന്ന സമയമല്ല, ഞങ്ങളുടെ സമയമാണ്.
ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ ഈ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞതിന് കൃത്യമായൊരു മറുപടി കിട്ടിയല്ലോ അല്ലേ? കാരണം ഇത് രണ്ട് സാധാരണക്കാർ തമ്മിൽ ഒരു പക്ഷേ പെട്ടെന്നുണ്ടായ ഒരു ആവേശത്തിൽ അങ്ങനെ ഒരു പകയുടെ പുറത്തോ ഒന്നും നടന്ന പ്രതികാരമൊന്നുമല്ല. വളരെ ആഴത്തിലുള്ള ഉന്നതർ ബന്ധപ്പെട്ടിട്ടുള്ള ഗൂഢാലോചന ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ടാണ് കാലങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും സത്യം പുറത്തു വരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, താങ്കൾ ഇതിനെ കൃത്യമായി പ്രതിരോധിക്കുമ്പോൾ താങ്കളുടെ ജോലി താങ്കൾ ഭംഗിയായി ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ ആളുകൾ നോക്കുകയാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെ ക്യാപ്സ്യൂൾ എന്ന് പറയും. കാരണം അത് താങ്കളുടെ ജോലിയാണ്, താങ്കൾ അത് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ താങ്കൾക്ക് പോലും സത്യം അറിയാം എന്നുള്ളതാണ് പൊതുസമൂഹത്തിനുള്ള ഒരു വിശ്വാസം. അല്ല, ഇതിനകത്ത് ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ എനിക്ക് ഇടയ്ക്ക് ഒരു ഇൻട്രപ്ഷൻ വന്നുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ ലോജിക്ക് വേണമെന്നുള്ളത്. അത് ആദ്യം തന്നെ പൊളിഞ്ഞുപോയി. ഞാനത് നിങ്ങളോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഇപ്പൊ ഇദ്ദേഹം തന്നെ ബഹുമാനപ്പെട്ട ഹരിഹരൻ പറഞ്ഞതിനകത്ത് തന്നെ എത്ര വലിയ വൈരുദ്ധ്യ പൊതുസമൂഹത്തിൽ കേട്ടോണ്ടിരിക്കുന്നതല്ലേ ചർച്ച, ലോകം മുഴുവനുള്ള മലയാളികൾ കണ്ടോണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? ക്രിമിനൽ കേസ് ആകുമ്പോഴത്തേക്കും കാലഘട്ടത്തിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടായാലും പുറത്തു വരുന്ന തെളിവുകളാണ് അപ്പോൾ പുറത്തു വിടുന്നത്. ഇപ്പോഴാണ് ഈ പറയുന്ന ഫയാസിനെ പിന്നെ കുറ്റവാളിയെന്ന് കണ്ടെത്തിയ വിവരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തി പിന്നെ വിവരം കെ രമ വെളിപ്പെടുത്തിയത് ഇപ്പോൾ അറിഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞത്. അത് തർക്കിക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ റീവൈൻഡ് ചെയ്ത് കേട്ടോ. പക്ഷെ കെ രമ പറഞ്ഞത് എന്താ? കെ രമ പറഞ്ഞത് ഈ ചർച്ചയിൽ തന്നെ അവരുടെ ഓഡിയോയിൽ പറഞ്ഞത് എന്താ? നമ്പ്യാരുടെ ഇന്റർവ്യൂല് 2014 ഈ റിപ്പോർട്ട് തയ്യാറാക്കി CBIക്ക് അയച്ചു. എന്തുകൊണ്ടാണ് പിന്നെ CBI അതിനു വേണ്ടിയിട്ട് നടപടി സ്വീകരിക്കാത്തതെന്നുള്ള ഉത്കണ്ഠ അവർ രേഖപ്പെടുത്തി. ആ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത്, കേന്ദ്രം ഭരിക്കുന്നത് CPM ആണോ? അല്ല. CPM-നെ വേട്ടയാടാൻ വേണ്ടിയിട്ട് 5 ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ കേരളത്തിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് പരന്നു നടക്കുക. 5 വർഷമായിട്ട് പറന്നു നടക്കുക. അവസാനം കോടതി ശാസിച്ച് തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞു. ഇപ്പൊ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും. സ്വർണ്ണക്കടത്തിന്റെ അന്വേഷണം ആരിലേക്ക് എത്തിയപ്പോഴാണ് ആ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയതെന്നും ആ ആരിലേക്ക് എത്താൻ നേരത്താണ് അത് മരവിച്ചു പോയെന്നുള്ളവരൊക്കെ കേരളത്തിലെ ജനങ്ങൾ അറിയാം. നിങ്ങൾ എത്ര വ്യാഖ്യാനിച്ചാലും ജനം മറവി കാര്യമായിട്ടുള്ളവരല്ല. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായില്ലേ, 12 വർഷങ്ങൾക്ക് ശേഷം പിന്നെ കെ രമ ഇത് വെളിപ്പെടുത്തിയത് 12 വർഷങ്ങൾക്ക് ശേഷം അവർ അറിഞ്ഞിട്ടല്ല, അവർ ആ 12 വർഷങ്ങൾക്ക് മുമ്പേ അറിഞ്ഞതാണ്. എന്തുകൊണ്ടാണ് പിന്നെ കേന്ദ്ര സർക്കാർ, BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ CPM പിന്നെ പാർട്ടിക്കെതിരെയോ സർക്കാരിനെതിരെയോ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാഞ്ഞ്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ബഹുമാനപ്പെട്ട ഹരിഹരനും മറുപടി പറയേണ്ടതാണ്. അതായത് കേന്ദ്ര സർക്കാർ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ട് ഈ സർക്കാരിനെ തകർക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന നാടകങ്ങളെല്ലാം അരങ്ങേറിയ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു വിഷയം കയ്യിൽ വന്നപ്പോൾ CPM-നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ? നിങ്ങൾ അതിനെ സമ്മതിച്ചാൽ മതി. ഞങ്ങൾ മറുപടി പറയാം. കേന്ദ്ര സർക്കാർ CPM-നെ ഈ പാർട്ടീനെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ നല്ലൊരു അവസരം കിട്ടിയപ്പോൾ അത് ഉപയോഗിക്കാതെ കൊണ്ട് 12 വർഷക്കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ഇപ്പോഴും പൂഴ്ത്തിവെക്കുന്നതാണ് നിങ്ങൾ പറയണേ. ഇത് CPM-നെ സഹായിക്കാൻ വേണ്ടി ചെയ്ത നാടകമാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ തുറന്നു പറയാം. യാതൊരു വിഷയമില്ല. റെജി, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. റെജി, അങ്ങനെയാണെങ്കിൽ ഇപ്പോ എന്ത് ആക്ഷേപം വരുമ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ഈ കൈകൾ ശുദ്ധമാണ്. അങ്ങനെ ഈ കൈകൾ ശുദ്ധമാണെങ്കിൽ പാർട്ടിക്കൊന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ നിങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെടൂ. TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന CPM ഈ ഒരു വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ അത് സത്യം പുറത്തു വരട്ടെ. ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ, ഇപ്പോൾ ഫയാസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ, മറ്റാരെങ്കിലും ആണെങ്കിൽ അല്ലെങ്കിൽ ഫയാസിനുമായിട്ട് CPM-ന് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ പറയൂ CBI വരട്ടെ എന്ന്. CBI അന്വേഷണത്തിന് സമ്മർദ്ദം ചെലുത്തൂ കേന്ദ്രത്തിൽ. നോക്കാലോ നമുക്ക്. CBI വരട്ടെ. ആ, അതൊരു വിചിത്രമായ ചോദ്യമല്ലേ? ഇതിൽ വിചിത്രമായിട്ടൊന്നുമില്ല. അല്ല, ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇപ്പോഴും CPM ആണ്. CPM-ന് ഈ കൊലപാതകത്തിൽ പങ്കില്ലെങ്കിൽ ഒരു സുവർണാവസരം വന്നിരിക്കുകയാണ് റെജി. CBI അന്വേഷണം വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. TP ചന്ദ്രശേഖരന്റെ കൊലപാതകം വീണ്ടും പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ CBI അന്വേഷണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഒന്നുകൂടി കത്തയക്കൂ. ഓൾറെഡി ഉണ്ടല്ലോ അവിടെ. മാത്രമല്ല, ഹൈക്കോടതിയിലെ CBI അന്വേഷണം, അതായത് ഉന്നതതല ഗൂഢാലോചന, അതിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു ഹർജിയുണ്ട്. കെ രമ കൊടുത്ത ഹർജിയുണ്ട് ഹൈക്കോടതിയിൽ. ഇത് രണ്ടും ഒന്ന് ഫാസ്റ്റ് ആക്ക്. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം തന്നെ 10 പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കുന്നത്? ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ എന്നെ വിലക്കുക. ഞാൻ പറഞ്ഞ മറുപടി യുക്തിപരമായിട്ടാണ് പറഞ്ഞത്. വേണ്ട, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ സർക്കാരല്ലേ കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. ഒരു ലെറ്റർ അയച്ചാൽ പോരെ, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അതിൽ ഇന്ന ഈ രീതിയിലുണ്ട്, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്താൽ പോലെ, അല്ലെ കേന്ദ്ര ഭാഷ പോലുള്ളവര് എന്നെ വേണം. 10 വർഷത്തിന് അല്ല, സർക്കാർ ഭരണം കൈകാര്യം ചെയ്യുന്നവർ മാറിയതേ ഉള്ളൂ, മുഖ്യമന്ത്രി മാറിയതേ ഉള്ളൂ. സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് അതൊരു സംവിധാനമാണ്. ആ സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് CBI വരട്ടെ, CBI അന്വേഷണത്തിന് വേണ്ടി വാദിക്കാലോ.
സിദ്ധാർത്ഥന്റെ മരണത്തിലൊക്കെ സംസ്ഥാന സർക്കാർ കൃത്യമായി സി ബി അന്വേഷണത്തിന് വേണ്ടി അല്ല ആവശ്യപ്പെട്ടു. അല്ല മേഡം, നിങ്ങൾ എന്നെ കൊണ്ട് എന്തായാലും പറയിപ്പിക്കുക, ഇല്ലെങ്കിൽ കേൾക്കുന്ന പ്രേക്ഷകർ തോന്നിയത്. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞതിന് മറുപടി പറഞ്ഞെന്നല്ലേ ഉള്ളൂ, പറഞ്ഞോളൂ. CBI അന്വേഷണത്തിന് ഞങ്ങൾ ഭരിക്കാതിരുന്നപ്പോ തന്നെ അന്നത്തെ സർക്കാർ തന്നെ, ആ സർക്കാരിന്റെ ടീം തന്നെ ഇത് കണ്ടെത്തി ഇത് റെഫർ ചെയ്തെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അപ്പൊ പിന്നെ ആ ഗവൺമെന്റിനെ അങ്ങോട്ട് ഇൻവെന്റ് ചെയ്താൽ പോരായിരുന്നോ? ഹൈക്കോടതി നിങ്ങൾ കേസ് കൊടുത്തിട്ടില്ല, ഞങ്ങൾ വിളിച്ചു വരുത്തുന്നത് നിങ്ങൾ പറയുന്ന ലോജിക്ക് എന്താ? ഞങ്ങളുടെ നേതാക്കന്മാരെ CPM-നെ കള്ളക്കഥകൾ രചിച്ച് പണ്ട് നമ്മുടെ ജയരാജ് സഖാവിനെ തലശ്ശേരി മുതല് തിരുവനന്തപുരം വരെ ആംബുലൻസ് നാടകം കളിച്ച പോലെ കളിച്ച് CPM-നെ അങ്ങോട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം അറസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഞങ്ങൾ വിളിച്ചു വരുത്തണമോ? ഞങ്ങളുടെ അതിലും ഭയങ്കരമായ സാധനത്തിന് ഞങ്ങൾ റെഫർ ചെയ്തായിരുന്നു. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി കൈകൾ ശുദ്ധമാണ്. സംസാരിക്കാതെ ചോദ്യങ്ങൾക്ക് മറുപടി പറയൂ. ഇതിന്റെ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഫയാസ് ആരാണ്? ഫയാസിന് CPM-ആയിട്ടുള്ള ബന്ധം എന്താണ്? ഫയാസ് കോഴിക്കോട് ജില്ലാ ജയിലിൽ P. മോഹനൻ മാസ്റ്ററെ കാണാൻ പോയത് എന്തിനാണ്? ഫയാസ് എന്തിനാണ് TP ചന്ദ്രശേഖരന്റെ കൊലയാളികളുമായിട്ട് ജില്ലാ ജയിലിനകത്ത് വെച്ച് സംസാരിച്ചത്? മറുപടി പറ. അല്ല, അത് അതിന് മറുപടി പറയാം. നിങ്ങൾ മറുപടി പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾ പറയാം. അതിന് മറുപടി പറഞ്ഞിട്ട് അടുത്തേക്ക് പോവാം. പറ, എന്താ ഫയാസിന്റെ ബന്ധം? ബഹുമാന നമ്പ്യാരെ, ഞാൻ അതിലേക്ക് തന്നെയാ വരുന്നത്. അതിന്റെ മറുപടി ഇപ്പൊ പറയാൻ പോകുന്നത്. അതായത് 2014 നിങ്ങൾ ഇടയ്ക്ക് ഇടപെടരുത്. 2014 ഞങ്ങളല്ല ഇവിടെ ഭരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി പ്രതിപട്ടികയിലാണ് ഇവരെല്ലാം ഇവിടെ ചേർത്തിരിക്കുന്നത്. ഞങ്ങളുടെ ആ സർക്കാർ ഭരിക്കുമ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജയിലിൽ ഈ ഫയാസ് എന്ന് പറയുന്ന ഒരാൾ കയറി 1.5 മിനിറ്റ് സംസാരിച്ചിരുന്നെങ്കിൽ അർമ്മവേഷത്തിൽ വന്ന കഥകളൊക്കെ അത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് ഞാനും വന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണെന്ന് അന്നത്തെ സർക്കാർ നടപടി സ്വീകരിക്കാതെ? നിങ്ങൾ അവരോട് ചോദിക്കുക. 2 വർഷക്കാരോ പിന്നെ ഭരിച്ചായിരുന്നില്ല. ഞങ്ങളോട് തന്നെ ചോദിക്കുന്നത് ഈ ഫയാസ് ആരാണെന്നുള്ളവരെ ഫയാസിനെ ന്യായീകരിക്കാനോ ഫയാസ് ആരാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനൊന്നല്ല ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിക്കെതിരെ നടത്തുന്ന കള്ളക്കഥകളുടെ ലോജിക്കില്ലായ്മ മാത്രമേ ഞാനിപ്പോ പറഞ്ഞുള്ളൂ. ബഹുമാനപ്പെട്ട ഹരിഹരൻ പറഞ്ഞു, അതേ നിങ്ങൾ ആ ഇന്റർവ്യൂ അദ്ദേഹത്തെ അയച്ചു കൊടുത്തില്ലാന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു തന്നെ ഇപ്പോഴാണ് ഈ വിവരം അറിയുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ എന്റെ ബഹുമാനപ്പെട്ട ഹരിഹരൻ സാറ്, ഞാൻ നിങ്ങളുടെ കാര്യം ചോദിക്കട്ടെ. ഈ കേസ് 12 വർഷമായിട്ട് തന്നെ 12 വർഷത്തിന് മുകളിലായിട്ട് തന്നെ ഇത് നിയമ നടപടിയുണ്ട്. അതിലെ പ്രതികളെ എല്ലാം ശിക്ഷിച്ചു. അതിലൊരു പ്രതിയൊന്നും നിങ്ങൾ കണ്ടെത്തിയ അല്ലെങ്കിൽ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത അല്ലെങ്കിൽ കോടതി പറഞ്ഞ ഒരു മനുഷ്യനെ മരിച്ചുപോയി, ആ മരണത്തിന് ശേഷം ബാക്കിയുള്ള പ്രതികൾ ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹൈക്കോടതി വീണ്ടും അവർ ആ ശിക്ഷ അനുഭവിക്കുന്നവരെ ഡബിൾ ഇതായിട്ട് തടവ് ശിക്ഷയായിട്ട് വർദ്ധിപ്പിക്കുന്നു. അവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നും അവർക്ക് ഒരു ശിക്ഷാടവും കൊടുക്കാൻ പാടില്ല എന്നും ആ 20 വർഷത്തെ ശിക്ഷാവിധിയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച വിഷയങ്ങളാണ്. ഇവിടെ ഞങ്ങളല്ലോ അധികാര പരിധിയിലുള്ള നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ കേന്ദ്ര സർക്കാർ ഉണ്ടെങ്കിൽ പരോളും ഇളവും കൊടുക്കാൻ പോകുന്ന ഗവൺമെന്റ് അല്ല. പരോൾ കൊടുക്കാൻ സാറേ, പരോൾ നിങ്ങൾ കഴിഞ്ഞ അല്ല, ഞങ്ങളുടെ ഗവൺമെന്റ് അല്ല, അത് ജയിൽ ഉപദേശക സമിതി റെക്കമെൻഡ് ചെയ്യുന്നവരുടെ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ ആ കമ്മിറ്റിയിൽ P. ജയരാജൻ ഉണ്ട്, ജയിലിലെ ഉദ്യോഗസ്ഥരുണ്ട്, അല്ലല്ലോ. അങ്ങനെയൊക്കെ അത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കേണ്ടത് കേൾക്കുന്നവർക്കറിയാം. ഇത് കേൾക്കുന്ന BJP പ്രവർത്തകർ മാത്രമല്ലോ, മറ്റുള്ളവർ കേട്ടോണ്ടിരിക്കല്ലേ. ജില്ലാ ജഡ്ജിയുണ്ട് ആ പാനലിൽ. ആ ഉപദേശ ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജിയുണ്ട്. ഹൈക്കോടതിയുടെ വിധി ജില്ലാ ജഡ്ജി കണ്ടിട്ടില്ല എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അല്ല, ഞാൻ ചോദിക്കട്ടെ സാറേ, ഹൈക്കോടതിയുടെ വിധി ഞാൻ ജില്ലാ ജഡ്ജി കണ്ടിട്ടില്ല സാറേ. ഞാൻ പറയുന്നത് അല്ലല്ല, അങ്ങ് പറഞ്ഞ മുഖ്യമന്ത്രി അറിയാതെ ജയിൽ DGP അറിയാതെ ഉദ്യോഗസ്ഥര് വന്നിട്ട് ഇങ്ങനെ റിമിഷൻ കൊടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുക, അതെന്താ വെള്ളരിക്കപ്പെട്ടു? അതെ. അല്ല, പട്ടണം ഏതായാലും ആട്ടെ, നിങ്ങൾ മാന്യമായിട്ട് ഞാൻ പറഞ്ഞത് കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾ സംസാരിക്കും, ഞാൻ ഇടപെട്ടില്ല. അതല്ലേ എന്റെ മാന്യത എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ചർച്ച സംസാരിക്കുന്നത്. പൊതുവെ ഞാൻ അങ്ങനെ തന്നെയാ. ഞാൻ എന്റെ കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ മോശമായിട്ട് സംസാരിക്കുന്നില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ജില്ലാ ജഡ്ജിയെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചു. ജില്ലാ ജഡ്ജി അടങ്ങുന്ന ഉപദേശ സമിതി കൊടുക്കുന്നത് വേണമെങ്കിൽ ഈ പറയുന്ന അന്വേഷണ കമ്മീഷൻ തള്ളിക്കളയാം. അതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോ ഈ പറയുന്നതിനകത്ത് ഈ ജൂൺ 3-ാം തീയതി ഈ വാർത്ത പുറത്തു വരുന്ന 21-ാം തീയതിയാ. ഈ 3-ാം തീയതി തന്നെ ഇവരെങ്ങനെ ഈ ലിസ്റ്റിൽ വന്നു അടിയന്തരമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് തരുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ജില്ലാ ജയിൽ സൂപ്രണ്ടിന് കൊടുത്തിട്ടുണ്ട്, സംസ്ഥാന ജയിൽ സൂപ്രണ്ടിന് ജില്ലാ ജയിൽ മേധാവി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാ നിങ്ങൾ അതിനെ തർക്കിക്കുന്നത്? അപ്പോൾ അതിൽ കടന്നുകൂടിയവരുടെ അവസാനവട്ടം ഇതിന് കൊടുക്കേണ്ടവരാ കേരളത്തിന്റെ ഗവർണറാ. കേരളത്തിലെ ഗവർണർ ഞങ്ങളുമായിട്ട് ചോദിച്ചില്ലല്ലോ. ഇതൊക്കെ ലോജിക്കില്ലായ്മയാ സാറേ. നിങ്ങൾ പറഞ്ഞതിനകത്ത് യാതൊരു അർത്ഥവും. നിങ്ങൾക്ക് CPM-നെ ഇങ്ങനെ വേട്ടയാടാം,
ഇപ്പൊ ഇനി മനുവിനെ റെജി ലോജിക്കില്ലായ്മയല്ല റെജി, വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കണം. TP ചന്ദ്രശേഖരന്റെ കൊലയാളികൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കണം. അതായത് ഹൈക്കോടതി ജീവപര്യന്തം, ഇരട്ട ജീവപര്യന്തം ഒക്കെ ആക്കി, പക്ഷേ എങ്കിലും നിങ്ങളുടെ റെമിഷന് വേണ്ടി ഇതാ നിങ്ങളുടെ സ്വന്തം സർക്കാർ, നിങ്ങളുടെ സ്വന്തം പാർട്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് അങ്ങനെ ഒരു സന്ദേശം, ഒരു മെസ്സേജ് കൊടുക്കുക, കൃത്യമായിട്ട് കൺവേ ചെയ്യുക. അതായിരുന്നു ഈ നാടകത്തിന് പിന്നിലുള്ളത്. അല്ലാതെ നിങ്ങൾ നോക്കൂ, അല്ല ഈ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിൻ്റെ അളിയന്മാരാണോ ഈ ട്രൗസർ മനോജും അതുപോലെ മുഹമ്മദ് ഷാഫിയും TK രജീഷും അണ്ണൻ സിജിത്തൊക്കെ ഈ പിന്നെ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിൻ്റെ അളിയന്മാരാണോ ഇത്രയും സ്നേഹം കാണിക്കുക? മാത്രമല്ല ആ 54 പേര് റെമിഷൻ പരിഗണനാ പട്ടികയിലുള്ള 54 പേര് CPM-കാരാണ്. നിങ്ങൾ അവരെ ഉൾപ്പെട്ട കേസുകൾ നോക്കൂ. എൻ്റെ നാട്ടിലുള്ളവരുണ്ട് റെജി, എൻ്റെ നാട്ടിലുള്ളവരുണ്ട്, എനിക്കറിയാം. അപ്പോ അല്ല, CPM-കാർക്ക് മാത്രമാണോ ഈ ശിക്ഷാ ഇളവ്? അവർ മാത്രമാണോ അതിന് അർഹതപ്പെട്ടവരാണോ? അനിലിന്റെ കലിപ്പും അനിലിന്റെ ദേഷ്യവും എനിക്ക് മനസ്സിലാവും. നിങ്ങൾ കണ്ടിരുന്ന മുഴുവൻ പൊട്ടക്കഥകൾ ജനങ്ങൾ ഇവിടെ ഒളിഞ്ഞടക്കുന്നതിന്റെ വിഷമമാണ് ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഞാൻ റെജി ലൂക്കോസ് മാത്രമാണ് ബുദ്ധിമാൻ, ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണ്. ആ ധാരണ ആദ്യം താങ്കൾ മാറ്റണം കേട്ടോ. പാർട്ടിയിലുള്ളവർ പോലും മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM ആ രക്തത്തിലെ പാർട്ടിയെ രക്തത്തെ കൊണ്ട് നടക്കുന്ന ആളുകൾ പോലും മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇരുന്നു കൊണ്ടാണ് റെജി ലൂക്കോസ് പാർട്ടിയെയും ഈ കൊലയാളികളെയും ഫയാസിനെയും ഒക്കെ ന്യായീകരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. താങ്കളൊന്ന് സ്വയം ആലോചിച്ചു നോക്ക്. താങ്കൾ പറയുന്ന ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ പൊട്ടത്തരങ്ങളാണ്. താങ്കൾ പറയുന്നത് മാത്രം നല്ല കാര്യം, അല്ലെങ്കിൽ റെജിക്ക് മാത്രമേ വിവരമുള്ളൂ, മറ്റുള്ള ബാക്കി ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ബുദ്ധിശൂന്യരാണ്. ഇപ്പൊ ഈ പറഞ്ഞ കമന്റ് തന്നെ അനിലിന്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞതാ. കാരണം നിങ്ങൾ കൊണ്ടുപോകുന്ന കാര്യത്തിന് മാത്രമേ ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് ലോജിക്കില്ലായി മാത്രമേ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾ നിശ്ചയിക്കേ തന്നെ. ഞാൻ വേറെ കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, വളരെ പ്രസക്തമായ ഒരു കാര്യം ചോദിക്കട്ടെ. ഏതെല്ലാം രീതിയിലുള്ള നാടകങ്ങൾ, കള്ളക്കഥകൾ, സ്വർണ്ണക്കടത്ത് സഹിതം ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചു. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇന്റർനാഷണൽ എയർപോർട്ട്, ഏത് എയർപോർട്ടാണെങ്കിലും അവിടെയുള്ള കസ്റ്റംസും CIS ഒന്നും അറിയാതെ കൊണ്ട് ഒരു തരി സ്വർണം പുറത്തു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ആർക്ക് വേണ്ടി സ്വർണം കൊണ്ടുവന്ന് ആരാണ് ഇതിന്റെ പിന്നിലുള്ളത് അറിയാവുന്നതല്ലേ? ദീർഘകാലം ജയിലിൽ കിടന്ന ശിവശങ്കർ എന്റെയോ റെജിയുടെയോ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണോ? ആരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ശിവശങ്കർ? അത് ആരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ശിവശങ്കർ? അതേ എന്തിനാ ജയിലിൽ കിടന്നത് ദീർഘകാലം? നിങ്ങൾക്ക് ആരെല്ലാം പിടിച്ച് ജയിലിടാൻ പറ്റും? 2 മുഖ്യമന്ത്രിമാരെ ജയിലിട്ടില്ല. ഇന്നലെ ഹേമന്ത് സോറിനെ പുറത്തു വിട്ടപ്പം ആ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ എന്നേക്കാളും മുമ്പ് ഏതായാലും 5 വായിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ അങ്ങനെ എന്തായാലും എത്ര പത്രപ്രവർത്തകരുണ്ട്? സാംസാമിയെ ജയിലിലിട്ട് പാവപ്പെട്ട വൃദ്ധരെ നിങ്ങൾ കൊന്നവരല്ലേ? അപ്പൊ അതൊന്നും ന്യായമൊന്നും പറയണ്ട. നിങ്ങൾ അങ്ങനെ ആരെയിടും. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിലുള്ള കുറ്റം എന്താണെന്ന് ഈ കഴിഞ്ഞ ജാമ്യം കൊടുക്കുമ്പോൾ ചോദിച്ചു കേരളത്തിന്റെ ഹൈക്കോടതിയിൽ. നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചോദിക്കേണ്ടത്. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയാത്തത്? കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാണോ? എന്നെ നിങ്ങൾ വലിയ ഇതായിട്ടൊക്കെ പറഞ്ഞല്ലോ. അല്ല, കാരണം എന്തുകൊണ്ടാ നിങ്ങൾ കൊണ്ടുവരുന്ന ഇത്തരം നാടകങ്ങളിലൂടെയാണ് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് അടി കിട്ടിയത് റെജി? ആർക്കാ അടി കിട്ടിയത്? പാർട്ടിക്കാർ പോലും മാറി വോട്ട് ചെയ്തില്ലേ? അതാ ഞാൻ പറഞ്ഞത്, രക്തത്തിൽ പാർട്ടിയെ കൊണ്ട് നടക്കുന്നവർ പോലും മാറി ചിന്തിക്കുന്നു. പക്ഷേ റെജിയെ പോലുള്ളവർ ഇപ്പോഴും കൂപമണ്ഡൂകങ്ങളായിട്ട് കഴിയുന്നു. അത്രേ ഉള്ളൂ. എനിക്കതിനകത്ത് ഒരു പരാതിയില്ല. ഞാൻ ചോദിക്കുന്നത് 2019 ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടുന്നുണ്ട്. കേവലം 10,200 വോട്ടിന് മാത്രമാണ് ആരിഫ് ജയിച്ചത്. അതിന്റെ 2 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ 9-8 സീറ്റ് അധികം നിന്ന് ഈ കേന്ദ്ര ജനങ്ങൾ തെരഞ്ഞെടുത്തില്ലേ? നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ കേന്ദ്ര സർക്കാർ ഇപ്പൊ ഏതെല്ലാം രീതിയിലുള്ള ആരോപണങ്ങൾ കാത്തിരുന്ന് തന്നെ കാണാം. ഒരു തർക്കമില്ല കാര്യത്തിൽ. നിങ്ങൾ ഇങ്ങനത്തെ കഥകൾ തന്നെ കൊണ്ടുവരിക. ജനത്തിന് മുമ്പിൽ ഞങ്ങൾ ആരാണെന്ന് ഇനി വിശദീകരിക്കാണ്ട് ജനത്തിന് മനസ്സിലാവും. അതൊരു തർക്കമില്ല കാര്യത്തിൽ. ഒരു എയർപോർട്ട് പണിത് ഉദ്ഘാടനം ചെയ്തിട്ട് 3 മാസമായിട്ട് പ്രധാനമന്ത്രി ആ എയർപോർട്ടിന്റെ ഏറ്റവും മുഖ്യമായ സ്ഥലം ഇടിഞ്ഞ് താഴെ വീണിരിക്കുക. നിങ്ങൾക്ക് അതൊന്നും ചർച്ച ചെയ്യാൻ പറ്റില്ല. ലക്ഷ്മി, ഒന്ന് ഞാൻ ഇടപെട്ടോട്ടെ. ഒറ്റ കാര്യം, റെജി ലൂക്കോസ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇത് കെട്ടിച്ചമച്ചതാണെന്ന്.
ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അതും വളരെ സത്യസന്ധനായിട്ടുള്ള, അദ്ദേഹം സർവീസിലിരിക്കുമ്പോൾ നല്ല പേര് കേട്ട ഉദ്യോഗസ്ഥനാണ്, N. ശങ്കർ റെഡ്ഡിയെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തിയത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട അതിനെ തന്നെ പിന്നെ ഞങ്ങൾ പടച്ചുവിട്ട കഥ എന്ന രീതിയിലാണ് റെജി ലൂക്കോസ് തുടക്കത്തിൽ തന്നെ അങ്ങനെയാണ് താങ്കൾ അവതരിപ്പിച്ചത്. റെജി ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. താങ്കൾ ഈ റിപ്പോർട്ട്, ശങ്കർ റെഡ്ഡി തയ്യാറാക്കിയ റിപ്പോർട്ട് താങ്കളൊന്ന് പരിശോധിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, പാർട്ടി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെടാനുള്ള ഒരു അവസരം ഈ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ലഭിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസരം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ ഇങ്ങനെ കിടന്ന് കാറി വിളിച്ചിട്ട് കാര്യമുണ്ടോ റെജി ലൂക്കോസ്? അല്ല, ഞാൻ കാറി വിളിക്കുന്ന അനിൽ നമ്പ്യാര. അതായത് കേന്ദ്ര സർക്കാർ, CBI ഞങ്ങളുടെ കീഴിലല്ലോ, കേന്ദ്ര സർക്കാരിന് കീഴിലല്ലേ. 2014 റിപ്പോർട്ട് കൊടുത്തില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് അത് അന്വേഷിക്കാത്തത്? നിങ്ങൾ അതിനെന്താ മറുപടി വരാത്തത്? നിങ്ങളുടെ സർക്കാരില്ലേ? അല്ല, കെ കെ രമ ഈ അഭിമുഖത്തെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് കേന്ദ്രത്തിൽ നിന്ന് 2 സഹമന്ത്രിമാരുണ്ട്, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ. ഇവർ വഴി ഈ ആവശ്യം ഉന്നയിക്കും. മാത്രമല്ല, ഹൈക്കോടതിയിൽ ഇപ്പോഴും നിലവിലുണ്ട്, CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി നിലവിലുണ്ട്. അത് പരിഗണിക്കുന്നത് നേരത്തെ ആക്കിയാൽ മതിയല്ലോ, അതും സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ മതിയല്ലോ. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്നവരെ മാറിയിട്ടുള്ളൂ, ആ സംവിധാനം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് 2014 CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ആ ഹർജി ഒന്നുകൂടെ ഒന്ന് സ്പീഡപ്പ് ചെയ്താൽ പോലെ. ആ നിലപാടിൽ ഒരു മാറ്റമില്ലെന്നാണ് കെ കെ രമ പറഞ്ഞത്. അതെ, 12 വർഷം എന്തിനാണ് അവർ വെയിറ്റ് ചെയ്തത്? അവർ 2014 തന്നെ അവർ വിവരം അറിഞ്ഞിട്ട് ഇതൊന്നും പുറത്തു പറയാതെ കണ്ട് അവരെന്തിനാ വെയിറ്റ് ചെയ്തത്? എന്തുകൊണ്ട് വെയിറ്റ് ചെയ്തു എന്നുള്ളത് ശ്രീ ഹരിഹരൻ കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട്. ഞാൻ കേട്ടു, നിങ്ങൾ എനിക്ക് അയച്ചതെന്ന് ഞാൻ കേട്ടു. അവർ പറഞ്ഞത് എന്താ, 2014 ഞാൻ ഈ റിപ്പോർട്ട് കണ്ടതാണ് തിരുവനന്തപുരം സത്യാഗ്രഹത്തിലിരുന്നതിന്റെ പരമായിട്ട്. ആ റിപ്പോർട്ട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. തെറ്റായ കാര്യങ്ങൾ പറയരുത്. 2014 ഈ റിപ്പോർട്ടിന്റെ പുറകെ പോവുകയായിരുന്നില്ല കെ കെ രമ. അവർക്ക് ഈ രേഖകൾ കിട്ടിയത് അടുത്തിടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ രേഖകൾ കാട്ടിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ചത്. ഈ കാര്യം തുറന്നു പറഞ്ഞ അതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ നേരത്തെ ഹരിഹരൻ പറഞ്ഞു, റെജി ലൂക്കോസിന്റെ സമയം നോക്കിയിട്ടല്ലല്ലോ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. അവർക്ക് ഇപ്പം തോന്നി, അവർ അവതരിപ്പിച്ചു. 2014 ഈ റിപ്പോർട്ട് CBIക്ക് അയച്ചവർ അന്ന് വാർത്തയായിരുന്നല്ലേ? നിങ്ങൾ അതൊന്നും അറിഞ്ഞില്ലേ? എനിക്ക് തോന്നുന്നു നമ്മളൊന്നും ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് സംശയമുണ്ട്. അത് വാർത്തയായിരുന്നു. രമേശ് ചെന്നിത്തല പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തു. ഫയാസിന്റെ പങ്കാളിത്തം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വാർത്ത വന്നിരുന്നോ റെജി? ഫയാസിന്റെ പങ്കാളിത്തം, ഇതിന് ഫണ്ട് ചെയ്തത്, ഈ കൊലയാളികൾക്ക് ഫണ്ട് ചെയ്തത് അല്ലെങ്കിൽ പാർട്ടിക്ക് പണം കൊടുത്തത് ഫയാസ് ആണെന്ന രീതിയിൽ വാർത്ത അന്ന് വന്നിരുന്നോ? ഈ റിപ്പോർട്ട്, ശങ്കർ റെഡ്ഡിയുടെ റിപ്പോർട്ട് റെജി കണ്ടിരുന്നോ? അല്ല, അങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്കറിയേണ്ട കാര്യമില്ലല്ലോ. അത് പുറത്തു വരട്ടെ. ഇപ്പൊ ഹരിയാന പറഞ്ഞു, കോഴിക്കോട്ടുള്ള പാർട്ടി അനുഭാവിയായിട്ടുള്ള ഒരു ജ്വല്ലറി ഉടമയ്ക്ക് പോലും ഇതിൽ പങ്കുണ്ട് എന്ന് ഹരിയാന പറയുന്നു. ഹരിയാൻ അങ്ങനെ ഒരു സൂചന നൽകിയിട്ടുണ്ട്. എല്ലാം പുറത്തു വരട്ടെ, വരും ദിവസങ്ങളിൽ എല്ലാം പുറത്തു വരട്ടെ. അല്ലല്ല, എനിക്ക് സമയക്കുറവുണ്ട്. ഞാൻ ഒറ്റ വാക്ക് പറയാൻ നിങ്ങൾ അനുവദിച്ചാൽ മതി. ഏതായാലും ജനത്തിന് മനസ്സിലായി. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നത് വളരെ സിമ്പിൾ. 2014 റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ അയച്ച് എന്തുകൊണ്ടാണ് ഈ കെ കെ രമാർ 12 വർഷങ്ങളോളം ഈ അത് ബാലിശമല്ല. ശ്രീ റെജി ലൂക്കോസ് ശരി, ഒരു വാദത്തിനായി സമ്മതിക്കുന്നു, സമയക്കുറവ് ഇവിടെയുമുണ്ട്, അതുകൊണ്ടാണ് ഒരു വാദത്തിനായി സമ്മതിക്കുന്നു. പക്ഷെ എന്തായാലും CBI അന്വേഷണം എന്നുള്ള നിലപാടിൽ കൃത്യമായി ഉറച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്, ഒരു മാറ്റവുമില്ല എന്നുള്ളത് തന്നെയാണ് ശ്രീമതി കെ കെ രമ ഇന്ന് രാവിലെയും ജനം TVയോട് വെളിപ്പെടുത്തിയത്. എന്തായാലും മറുപടിയുടെ പൂർണ്ണ രൂപം ഇന്ന് രാത്രി 9:30 കാണാം. താങ്കളും ഇരുന്ന് കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. TPയുടെ കൊലപാതകത്തിനായി ഫണ്ടിംഗ് നടത്തിയത് ഫയാസ് ആണെന്ന് SIT അന്ന് കണ്ടെത്തിയിരുന്നു. എന്തായാലും CBI അന്വേഷണം എന്നുള്ള നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്നുള്ളത് തന്നെയാണ് കെ കെ രമ പറഞ്ഞത്. വിഷയത്തിൽ പ്രതികരിച്ച എല്ലാ അതിഥികൾക്കും നന്ദി. ജനം സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.